ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിനായിട്ട് തിരുസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ലഭിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രേയേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ വിഷയം. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, താൻ തന്നെ പ്രാർത്ഥന നിരതമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ശരിക്കും കർത്താവായ യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. അതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവമാണെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്നു എന്നുള്ളത് തന്നെ പ്രാർത്ഥിപ്പാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് തൻ്റെ കമ്മ്യൂണിക്കേഷൻ, പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സമ്പർക്കം, അതായിരുന്നു പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിതാവുമായിട്ടുള്ളൊരു ആത്മബന്ധം ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെ വെളിപ്പെടുത്തി എന്നുള്ളത് പറഞ്ഞു. മാത്രമല്ല, ഈ പ്രാർത്ഥനകൾ മിക്കതും തനിക്ക് വേണ്ടിയായിരുന്നില്ല പ്രാർത്ഥിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി ആത്മഭാരത്തിൻ്റെ ഒരു പകർച്ച ആയിരുന്നു ഈ പ്രാർത്ഥന. മാത്രമല്ല, പിതാവിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സമർപ്പണം ആയിരുന്നു ഈ പ്രാർത്ഥനയുടെ മറ്റു ചില പ്രത്യേകത. ഹൃദയം ശിഷ്യന്മാരുടെ മധ്യേയും അതുപോലെ തന്നെ ജനത്തിൻ്റെ മധ്യേയും ഹൃദയം തുറക്കുന്ന നിമിഷങ്ങളായിരുന്നു ഈ പ്രാർത്ഥന. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചത്, കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഒരുമിച്ചല്ല പ്രാർത്ഥിച്ചത്. താൻ ഒരു പ്രത്യേക ദൗത്യം നിറവേറ്റാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ള നിലയിൽ, ദൈവമെന്നുള്ള നിലയിൽ അവരുമായിട്ട് ചേർന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പലപ്പോഴും ശിഷ്യന്മാരുമായിട്ട് പോയെങ്കിലും അവരിൽ നിന്ന് മാറിയാണ് പ്രാർത്ഥിച്ചതെന്നുള്ള കാര്യം നമ്മൾ 3 പ്രാവശ്യം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ പോയതായിട്ട് വായിക്കുന്നുണ്ട്. അതിലൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി എന്നാണ് വിചാരിക്കുന്നത്. മലയിൽ 3 ശിഷ്യന്മാരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 3 പേരെ കൂട്ടിക്കൊണ്ട് മലയിൽ പ്രാർത്ഥിപ്പാനായിട്ട് പോയി. പക്ഷേ അവൻ അല്പം മാറിയിട്ട് അവനോ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് നമ്മളവിടെ കണ്ടത്. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, തൻ്റെ വസ്ത്രം വെളിച്ചം പോലെ ആയിത്തീർന്നു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത്, നമ്മൾ യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കരച്ചിലും വിലാപവും ഒക്കെയാണ് കാണുവാനായിട്ട് കഴിഞ്ഞത്. അവിടെ കരയുന്നവരെയും ഒക്കെ വെളിയിലാക്കി, പുറത്താക്കിയിട്ട് യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയും കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും മാത്രം അകത്തോട്ട് പ്രവേശിപ്പിച്ച് അവിടെ അവരെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ ശിഷ്യന്മാരെ 3 പേരെ മാത്രം കൊണ്ടുപോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. മറ്റൊരു സന്ദർഭം ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെല്ലാവരും കൂടെ പോയി എങ്കിലും അതിൽ നിന്ന് 3 പേരെ വീണ്ടും അല്പം കൂടെ ദൂരം വേറിട്ട് കൊണ്ടുപോയി. അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ ഒരു കല്ലേറ് ദൂരം പോയാണ് കവിണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് പ്രാർത്ഥിച്ചില്ല. അങ്ങനെ നമ്മളെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ആയതുകൊണ്ടാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ പ്രാർത്ഥനകളൊക്കെ പൗരോഹിത്യ പ്രാർത്ഥന, താൻ മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാണ്. അങ്ങനെ തൻ്റെ പ്രാർത്ഥന ഈ ഭൂമിയിൽ പ്രാർത്ഥന നിരതമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഏതാണ്ട് 22 പ്രാർത്ഥനകളോ പ്രാർത്ഥനാ സന്ദർഭങ്ങളോ കർത്താവിൻ്റേതായിട്ട് ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഏതാണ്ട് 10 പ്രാർത്ഥനകളോ പ്രാർത്ഥനാ സന്ദർഭങ്ങളോ ആണ് നമ്മൾ ഓടിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇന്ന് അതിൽ പലതും മലയിൽ പോയി പ്രാർത്ഥിച്ച 3 സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം 1-2 സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അടുത്ത ഒരു പ്രാർത്ഥനയുടെ സന്ദർഭം പെട്ടെന്ന് നോക്കി. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതല്ല എന്ന് ഞാൻ പറഞ്ഞു. തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് കടക്കുന്ന മുമ്പ് മറ്റു ചില പ്രാർത്ഥനകളിലൂടെ നമുക്ക് കണ്ണോടിച്ച് പോകാം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അടുത്ത മറ്റൊരു പ്രാർത്ഥന യോഹന്നാൻ സുവിശേഷം 7-ാമത്തെ അധ്യായം
അതിൻ്റെ 53 വാക്യവും 8 അധ്യായം 1 വാക്യം, ജോൺ ചാപ്റ്റർ 7, 53 ആൻഡ് 8, ചാപ്റ്റർ 8 വേഴ്സ് 1. അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതും പ്രാർത്ഥിപ്പാനായിട്ടാണ് പോയത്. അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്കങ്ങനെ അനുമാനിക്കാവുന്നതാണ്. ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത്, യേശുവിനെ പിടിക്കാനായിട്ട് ഈ പരീശന്മാരും ചേവകരും പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ചേവകരെ വിട്ടു യേശുക്രിസ്തുവിനെ പിടിക്കാനായിട്ട്. അവർ യേശുക്രിസ്തുവിനെ പിടിക്കാതെ തിരികെ വന്നു. തിരികെ വന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പിടിച്ചു വന്നില്ല? അപ്പോഴവിടെ പറയുന്ന ഉത്തരം, അവൻ സംസാരിക്കുന്നത് പോലെ ഇതുവരെയും ആരും സംസാരിച്ച് കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അവനെ പിടിപ്പാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പള്ളിപ്രമാണികളിൽ ഒരാൾ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാ അത്? നിക്കോദെമോസ് യേശുക്രിസ്തുവിന് വേണ്ടി അവിടെ വാദിക്കുന്നുണ്ട്, അല്ലേ? യേശുക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ വാദിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് 7-ാം അധ്യായത്തിൽ 48-ാമത്തെ വാക്യം, പ്രമാണികളിൽ ആകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാരോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദേമോസ് അവനോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ആ നിക്കോദെമോസിനോട് അവർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ നസ്രയത്തുകാരൻ, ഗലീലക്കാരൻ എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അവൻ ബത്ലഹേമിലാണ് ജനിച്ചതും അവൻ്റെ സ്വദേശമൊക്കെ ആണെങ്കിലും അവനെ ഗലീലക്കാരൻ എന്നറിയപ്പെട്ടു. അപ്പോൾ ഗലീലയിൽ നിന്ന് അങ്ങനെ ഒരു പ്രവാചകനോ ഒരു മശീഹയോ എഴുന്നേറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ നിക്കോദേമോസിനെ അത് പറഞ്ഞ് അവിടെ അധിക്ഷേപിക്കുകയാണ്. ഇത് സന്ദർഭം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു യെരുശലേം ദൈവാലയത്തിലായിരുന്നു. അവിടെ നിന്ന് നേരെ മലയിലേക്ക് കയറിപ്പോയി. മലയിലേക്ക് കയറിപ്പോയത് പേടിച്ചിട്ടാണോ? അവരെ പേടിച്ചിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. താൻ ആ സമയത്തും വേറിട്ട് പോയി പ്രാർത്ഥിപ്പാനാണ് തൻ്റെ ഹൃദയം ആഗ്രഹിച്ചത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ അതിൽപ്പെട്ട് ഉലയുകയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്നും വേറിട്ട് പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അവൻ വീണ്ടും അധികാലത്തെ എവിടേക്ക് മടങ്ങി വന്നു? യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ദൈവാലയത്തിൽ അവൻ വീണ്ടും മടങ്ങി വന്നു. അപ്പോൾ പേടിച്ചിട്ടല്ല പോയത്. ആ രാത്രി മുഴുവനും അവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷം അവൻ വീണ്ടും പ്രവർത്തന നിരതനായി ആ യെരുശലേമിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് അവനെ പിടിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് വീണ്ടും ഒരു പരീക്ഷണം, വ്യഭിചാരിയെ തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ സന്ദർഭം നമുക്കറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഈ പ്രശ്നങ്ങളുടെ മധ്യേ, എതിർപ്പുകളുടെ മധ്യേ താൻ അതിനെ അതിജീവിച്ചത് വേറെ തൻ്റെ ശക്തി അങ്ങനെയുള്ളതും കൊണ്ടല്ല. പിന്നെയോ എങ്ങനെയാണ്? പ്രാർത്ഥന ആയിട്ടാണ് താൻ ചെലവഴിച്ചത്. അപ്പോൾ ഇതൊരു സന്ദർഭമാണ്. മലമേൽ പോയി പ്രാർത്ഥിച്ച മറ്റൊരു സന്ദർഭമായിട്ട് ഇത് എടുക്കാനായിട്ട് കഴിയും. അടുത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു പ്രാർത്ഥന ഉണ്ട്. 11-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗമാണ്. അതിൻ്റെ 41, 42 വാക്യങ്ങളിൽ അവിടെ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? യേശുവോ മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നിട്ട് 11:42 പറയുന്നതാണ്, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും എന്നെ അയച്ചു എന്ന് പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു, ലാസറേ പുറത്തു വരിക. ഇതൊരു പ്രാർത്ഥനയാണ്, അല്ലേ? അവിടെ എന്താ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്? ലാസറിനെ ഉയർപ്പിക്കണമേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ല.
അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. എന്താ? തുടക്കം തന്നെ യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എപ്പോഴാ ഈ അപേക്ഷ കേട്ടത്? പറയാം, ക്ലാസ്സാണ്. എപ്പോഴാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ലാസറിന് വേണ്ടി അപേക്ഷിച്ചത്? പറ, അറിയോ? 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. 11:4 അവിടെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരോട് പറയുന്നതാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. അപ്പൊ ഈ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നിൽ നിന്നും ഒരു പ്രാർത്ഥനാസ്വരം ഉയർന്നിരിക്കാം. ഇത് മഹത്വത്തിനിടയാക്കി തീർക്കണം. നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അവിടെ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ലാസറിന് സൗഖ്യം കൊടുക്കാം. അങ്ങ് പോകണമെന്നില്ല, ബഥാന്യയിലേക്ക് പോകണമെന്നില്ല. അങ്ങനെ എത്രയോ പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാതെ തന്നെ സൗഖ്യം കൊടുക്കാം. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. നിന്റെ നാമം മഹത്വത്തിന് ഈ സംഭവം ഇടയായിത്തീരണം. ഇവിടെ നമ്മളൊരു പ്രത്യേക കാര്യം നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ കുടുംബത്തോടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഏത് കുടുംബം? ലാസർ, മാർത്ത, മറിയ. ഈ കുടുംബം യേശുക്രിസ്തുവിനെ വളരെ സ്നേഹിച്ച ഒരു കുടുംബമാണ്, അല്ലേ? യേശുക്രിസ്തുവിനെ വളരെ സ്നേഹിച്ചു. പലപ്പോഴും ആ ഭവനത്തിൽ പോവുകയും ആതിഥ്യ മര്യാദകൾ സ്വീകരിക്കുകയും വചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഭവനം. മാത്രവുമല്ല, ഈ ഭവനത്തെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഈ ഭവനത്തിലുള്ളവർ യേശുവിനെ വളരെ സ്നേഹിച്ചു. 2 കാര്യങ്ങളുണ്ട് അവിടെ. നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ലാസറിനെയും മാർത്തയെയും മറിയയെയും സ്നേഹിച്ചു. അതുപോലെ നമുക്കറിയാം, അവിടെ ചെല്ലുമ്പോഴൊക്കെ എതിരേറ്റ് കൊണ്ട് ചെന്ന് വീട്ടിലിരുത്തി ആവശ്യമുള്ളതൊക്കെ ചെയ്യുന്ന ഭവനം. അപ്പോൾ ആ ഭവനവും സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഈ ഭവനത്തോടാണ് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ദീനമായി കിടന്നു എന്നറിഞ്ഞിട്ടും അവിടെ പോയില്ല. അത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കേണ്ടതിന് അവൻ 2 ദിവസവും കൂടെ അവിടെ പാർക്കുകയാണ്. ഈ കാലയളവ് കൊണ്ട്, അവിടെ എത്തുന്ന കാലയളവ് കൊണ്ട് ലാസർ മരിക്കണം, അടക്കണം, അവൻ ജീർണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാടിയാണ്. ഞാനൊരു കാര്യം അവിടെ പറയട്ടെ. ഈ ദൈവം സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും, അവന് ഒരു കുഴപ്പമില്ലാതെ അവൻ ദൈവത്തെ അറിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അവൻ ദൈവത്തെ അധികം സ്നേഹിക്കാതെയൊക്കെ നടക്കുന്ന ഒരുവനാണ്, അവൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇല്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം, നമ്മുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ, കഷ്ടതകൾ വരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് അവിടെ അല്പം താമസിച്ചതിന് ശേഷം വീണ്ടും അവിടേക്ക് കടന്നുപോയി അവിടെ നിന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. എപ്പോഴാണ് ഈ പ്രാർത്ഥിച്ചത്? ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് അല്ല. ആണോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ? എന്താ തുടക്കം തന്നെ? ഇവിടെ പ്രാർത്ഥന തുടക്കുമ്പോൾ തന്നെ പറയുകയാണ്, എന്താ? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, അല്ലേ? യേശു മേലോട്ട് നോക്കി, പിതാവേ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ലാസറിനെ ഉയർപ്പിക്കണമേ എന്നൊരു അപേക്ഷ അവിടെ ഇല്ല. കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഈ പറഞ്ഞ സന്ദർഭത്തിൽ നിന്നൊന്ന് നിങ്ങളൊന്ന് ചികഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിച്ചേ. കർത്താവേ, നിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു, അത് നിവർത്തിച്ചതിനായിട്ട് സ്തോത്രം. ഈ രോഗം വന്നു, ലാസർ മരിക്കണമായിരുന്നു, നാറ്റം വയ്ക്കണമായിരുന്നു, അത് അങ്ങ് കേട്ടതിനാൽ സ്തോത്രം. ഇതാണ് അവിടെ പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ടിടയാകണം. ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ, അവനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു ആശ്രയബോധം നമുക്കുണ്ടെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും.
അങ്ങനെ പ്രാർത്ഥന കേട്ടതിന് സ്തുതിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. അതൊരു പ്രാർത്ഥനയാണെങ്കിലും അത് സ്തുതിയുടെ ഒരു വേടാണ്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, അടുത്ത പറയുന്ന വാചകം എന്താണ്? നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് പിതാവ് ഈ കാര്യത്തിനൊക്കെ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിന് പിതാവിൽ നിന്നുമുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചു. അതാണ് അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു വലിയ കാര്യമാണ്. മരിച്ച് നാറ്റം വെച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. അത് അങ്ങ് യഥാർത്ഥത്തിൽ അതിന് അനുവാദം എനിക്ക് നൽകി. അപേക്ഷ കേട്ടു, മാത്രമല്ല ഇത് ചെയ്യുവാനുള്ള അനുവാദം എനിക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് പ്രവൃത്തി. അവിടെ എന്താ പ്രവർത്തിക്കുന്നത്? ലാസറിന് വേണ്ടി പിന്നെ അവിടെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, കമാൻഡിങ് ആണ്, അല്ലേ? കൽപ്പനയാ, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. അപ്പോൾ യേശു ക്രിസ്തു ഈ ലാസറിനെ ഉയർപ്പിക്കുന്നത്, അവൻ്റെ ജീവൻ വന്നത് ലാസറേ പുറത്തു വരിക എന്നേ പറഞ്ഞുള്ളൂ. ലാസറിൽ ജീവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടുമില്ല. എപ്പോഴാണ് ഈ ലാസറിൽ ജീവൻ പ്രവേശിച്ചതെന്ന് നമുക്ക് അറിയില്ല. അറിയോ? ലാസറെ പുറത്തു വരിക എന്നല്ലേ വിളിച്ചത്. എപ്പോഴായിരിക്കും ജീവൻ വന്നത് ലാസറിൽ? കല്ലറയിൽ വെച്ച് തന്നെ യേശു ക്രിസ്തു അവിടെ വന്നപ്പോഴേ ഈ ജീവൻ്റെ തുടിപ്പുകൾ അവനിലേക്ക് നാം വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ, അത്ഭുത പ്രവൃത്തിയുടെ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന്, അവിടെ വന്നിരിക്കുന്ന പുരുഷാരം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. അത് ചെയ്തത് പ്രാർത്ഥിച്ചല്ല പുറത്തു വരുന്നത്, കമാൻഡിലൂടെയാണ് ലാസറിനെ പുറത്തു വരുന്നത്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ എത്തിയപ്പോൾ തന്നെ ലാസറിൽ ജീവൻ വച്ചു കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലെ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്കെപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അതിനുള്ള ഉറപ്പ് ലഭിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി അത് നൽകുവാൻ ശക്തനാണ്, അത് നിവർത്തിക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന മുമ്പേ അതിനുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രാർത്ഥനയിൽ ഉന്നയിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പ്രവൃത്തി. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രവൃത്തി. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ലാസറേ പുറത്തു വരിക എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും മരിച്ച ലാസറിനെ ജീവിപ്പിക്കാനല്ല പ്രാർത്ഥിച്ചത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ യേശുക്രിസ്തു ഏതെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അത് അങ്ങനെ ആകാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കലും യേശുക്രിസ്തു കർത്താവേ അല്ലെങ്കിൽ ദൈവമേ അവൻ്റെ കണ്ണ് തുറക്കണം, അവൻ്റെ കുഷ്ഠം മാറണം എന്ന് പ്രാർത്ഥിച്ചില്ല. കർത്താവ് എപ്പോഴും അവിടെ കൽപ്പിക്കുകയാണ് ചെയ്തത്, ഇല്ലേ? നമ്മളൊരു പിറവി കുരുടനെ സൗഖ്യമാക്കുന്ന രംഗം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ വഴിയോരത്തിരിക്കുകയാണ്. അവൻ ഇരുന്നത്, അവൻ വിളിച്ചൊന്നുമില്ല, മിണ്ടാതിരിക്കുകയാണ്. മിണ്ടാതിരുന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെ കുരുടനായിട്ട് ജനിക്കത്തക്കവണ്ണം ഇവനാണോ പാപം ചെയ്തത്, ഇവൻ്റെ മാതാപിതാക്കൾ അപ്പനപ്പന്മാരാണോ പാപം ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ പാപനിമിത്തമല്ല, അവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപനിമിത്തമല്ല. എന്തിനു വേണ്ടിയാ? ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവനെ ചേർപുരട്ടി അവിടെ അവൻ്റെ കണ്ണിൽ പൂശുന്നു. ശിലോഹാം കുളത്തിൽ പോയി കഴുകാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളും എഫത എന്ന് പറഞ്ഞാൽ തുറന്നു വരിക. വിക്കനും ചികിടനുമായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കുമ്പോൾ അയ്യോ അവൻ്റെ അവൻ്റെ ചെവി തുറക്കണമേ എന്നല്ല പ്രാർത്ഥന, എഫത തുറന്നു വരിക കൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇവിടെ മരിച്ച ലാസറിനെ ഉയർപ്പിക്കാനല്ല പ്രാർത്ഥിച്ചത്, ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം വെച്ചുകൊണ്ട് അതിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. യേശു ദൈവമായതിനാൽ താൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെല്ലാം തന്നെ അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെയും യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി മറ്റൊരു പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങളിലാണ്
ഈ പ്രാർത്ഥന ഉള്ളത്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങളിൽ ഇത് തൻ്റെ നിയോഗം നിവർത്തിക്കപ്പെടുവാനുള്ള ദിവസം, നാഴിക എന്ന് പറയും. നാഴിക വന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. എടുത്തൊരു കൂടെ ചേർന്ന് വായിക്കാം. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? ഇത് പ്രാർത്ഥിക്കുക. എന്നിട്ട് പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവില്ല. ദൈവം എന്താ, കർത്താവ് എന്താ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥന ഞാൻ വായിച്ചപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. ഏതാണ്ട് അതുമായിട്ടൊരു താരതമ്യം ഈ പ്രാർത്ഥനയ്ക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഗെത്സമനത്തോട്ടത്തിൽ സമാനമായിട്ടുള്ളൊരു പ്രാർത്ഥന. ഇവിടെ 12-ാം അധ്യായം തൻ്റെ അവസാന നിമിഷങ്ങളാണ്. 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാളികമുറി പ്രഭാഷണം തുടങ്ങുകയാണ് അവിടെ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് മാളികമുറി പ്രഭാഷണം എന്ന് പറയുന്നത് ശിഷ്യന്മാരുമായിട്ടിരുന്ന ഏതാണ്ട് 3-3.5 മണിക്കൂർ മാത്രമാണ് ആ മാളികമുറിയിൽ താൻ ചെലവഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ പിടിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കണം, തൻ്റെ ആ ദിവസം വന്നപ്പോൾ തൻ്റെ ഉള്ളിലെ വേദന നിറഞ്ഞതിൻ്റെ ഒരു പ്രതികരണമാണ്. എന്താ? ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഈ കർത്താവാണ് 14-ാമത്തെ അധ്യായത്തിലല്ലേ ശിഷ്യന്മാരോട് പറയുന്നൊരു വാചകമുണ്ട്. എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇപ്പോഴിവിടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണെന്താ? എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ കലക്കത്തെ ഇല്ലാതാക്കുന്ന വലിയവനായ ദൈവം തൻ്റെ ഹൃദയം കലങ്ങി. ആ കലങ്ങി, ട്രബിൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ അല്ലേ, ട്രബിൾഡ് എന്നല്ലേ, ട്രബിൾഡ്. ഈ ട്രബിൾഡ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു വലിയ, അതിന് മൂലഭാഷയിലൊക്കെ വളരെ വലിയ അർത്ഥങ്ങളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് വല്ലാത്തൊരു ഹെവിനെസ്, വളരെ ഭാരം, ഒരു വല്ലാത്ത ഒരു ഭാരവും ഒരു സ്ട്രെസ്സും ഒക്കെ തൻ്റെ ജീവിതത്തിൽ വന്നു. ആ സമയം നാഴിക അടുത്തപ്പോൾ, ആ മരണത്തിലേക്കുള്ള നാഴിക അടുത്തപ്പോൾ തൻ്റെ ഹൃദയം വല്ലാത്ത ഒരവസ്ഥയിലായി. അപ്പോൾ താൻ ചെയ്തത് തൻ്റെ കാര്യം അതുപോലെ പിതാവിനോട് പറയുകയാണ്, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഇനി ഇത് ഞാൻ എന്താ പറയേണ്ടത്, എനിക്കറിയില്ല. എന്നിട്ട് പിതാവേ, ഈ നാഴികയിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ. ഇവിടെ നോക്കിയാൽ ഏത് നാഴികയിൽ നിന്ന് രക്ഷിക്കാനാണ് പ്രാർത്ഥിച്ചത്? ഇതൊരു പ്രാർത്ഥനയാണ്. ഏത് നാഴികയിൽ നിന്ന് രക്ഷിക്കാനാണ് പ്രാർത്ഥിച്ചത്? നമ്മളെല്ലാവരും പറയും, ഏത് നാഴിക? കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാൻ പോകുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അതാണോ? അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? കർത്താവ് ഭൂമിയിൽ വന്നത് അതിനു വേണ്ടിയല്ലേ? പിന്നെ അത് നീങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കണോ? ഗത്സമന, അവിടെ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമാകട്ടെ, അല്ല എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ നാഴിക നീങ്ങണം എന്ന് പ്രാർത്ഥിച്ചത് എന്ത് നാഴികയാണ്? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ എന്ത് പറയുന്നുണ്ട്? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങ് നിയോഗിക്കപ്പെട്ട ആ നിയോഗത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ നാഴിക ഏതാ നാഴിക? ഈ ട്രബിൾ ആയ, ഈ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയം കലങ്ങിയ, ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥത നേരിട്ട ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാതെ കർത്താവേ, ആ ക്രൂശിൽ കടന്നു പോകാതെ എന്നെ അതിൽ നിന്നും വിടുവിക്കണമേ എന്നേ അല്ല പ്രാർത്ഥന. അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ നാഴിക, ഈ വല്ലാത്ത ട്രബിൾഡ് ആയല്ലോ, എൻ്റെ ഹൃദയം വല്ലാതെ കലങ്ങിയിരിക്കുന്നല്ലോ, ഈ കലക്കത്തിൽ നിന്ന് തന്നെ, ഈ ഹൃദയത്തിൻ്റെ വ്യഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഇത് എന്നിൽ നിന്നും മാറ്റണമേ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ കഷ്ടമൊന്ന് നീങ്ങിപ്പോകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ കർത്താവ് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ശിഷ്യന്മാരും യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചപ്പോഴൊന്നും ആ കഷ്ടം നീങ്ങിപ്പോകാനായിട്ട് ഒരിക്കലും പ്രാർത്ഥിച്ചായിട്ട് കാണുന്നില്ല. ഉണ്ടോ? ഈ പത്രോസിനെയും കൂട്ടരെ അപ്പോസ്തലന്മാരെയും, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു,
പിടിച്ച് വളരെ അടിച്ച് ഇനി മേലാൽ നിങ്ങൾ ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ശാസിച്ച് അവരെ വിട്ടയച്ചു. അത് മറ്റേ ഗമാലിയേലിൻ്റെ ഉപദേശപ്രകാരമാണ് അങ്ങനെ വിട്ടയച്ചത്. അവർ ഇവിടെ വന്നിട്ട് തൻ്റെ സഹോദരന്മാരോട് കൂടിയിരുന്നവരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോഴവരെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? നിൻ്റെ ദാസന്മാർക്ക് തിരുവചനം, നിൻ്റെ വചനം പ്രസ്താവിപ്പാനുള്ള ധൈര്യത്തോടെ പ്രസ്താവിപ്പാനുള്ള കൃപ നൽകണമെന്നാണ് പ്രാർത്ഥിച്ചത്. അല്ലാതെ കഷ്ടം നീങ്ങിപ്പോകുവാനോ പ്രതികൂലത നീങ്ങിപ്പോകുവാനോ അല്ല പ്രാർത്ഥിച്ചത്. ആ പ്രതികൂലതയിലും വളരെ ധൈര്യത്തോടെ നിന്റെ വചനം പ്രസ്താവിപ്പാനുള്ള ധൈര്യം നിന്റെ ദാസന്മാർക്ക് കൊടുക്കണമേ. ഏതാണ്ട് ആ ശിഷ്യന്മാരുടെ പ്രാർത്ഥന പോലെ തന്നെയാണ് ഈ നാഴിക, ഈ കലങ്ങിയിരിക്കുന്ന അവസ്ഥ ദൈവമേ ഒന്ന് മാറ്റിത്തരണം എന്നുള്ള തരത്തിലാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹൃദയകലക്കം, ഈ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മളുടെ ഹൃദയത്തെ കലക്കം നീക്കുവാൻ അവൻ ശക്തനാണ്. നമ്മളുടെ ഹൃദയത്തിലെ പ്രയാസങ്ങളും ആകുലതകളുമൊക്കെ മാറ്റുവാൻ അവൻ മതിയായവനാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല ഒരു മരുന്ന് ഹൃദയം തകരുമ്പോൾ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ശാരീരികമായ അസുഖങ്ങൾക്കൊക്കെ പല മരുന്നുകളൊക്കെ കഴിക്കും കുറയ്ക്കാൻ. പ്രഷർ വന്നാൽ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കും, ഷുഗർ കൂടുതലായാൽ അതിനുള്ള മരുന്ന് കഴിക്കും, ഹാർട്ടിനാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഹൃദയകലക്കത്തിന് എന്ത് മരുന്നാണ് കഴിക്കാൻ പറ്റുക? ഹൃദയകലക്കം നീങ്ങാനായിട്ട് നമ്മൾ ചിലർ ഇത് കൊടുക്കുമല്ലേ, ഹൃദയം കലങ്ങി ആകെ ഉറക്കമൊന്നും വരാതെ ഇരിക്കുമ്പം സെഡേഷനാണ്, ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും, ഉറക്ക ഗുളികയെ കൊടുക്കും. അത് ചികിത്സയൊന്നുമല്ല, അത് മരുന്നേ അല്ല, ഹൃദയകലക്കം മാറാനുള്ള മരുന്നല്ല. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഹൃദയം കലങ്ങുമ്പോൾ, വിഷമിക്കുമ്പോൾ ഇതെങ്ങനെ തരണം ചെയ്യും എന്ന് പറഞ്ഞ് പതറുവാൻ സാധ്യതയുള്ള സമയത്ത് അതിനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആശ്വാസവും ധൈര്യവും ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കും. കർത്താവിന് ലഭിച്ചോ? ഈ നാഴിക തൻ്റെ ആ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് ഒഴിവാക്കാനല്ല, ഹൃദയവ്യഥ നീങ്ങുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് ആഗ്രഹിച്ച മറ്റൊരു കാര്യവും കൂടെ അവിടെ പറയുന്നുണ്ട്. പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണം. അതിൽ കുറഞ്ഞ ഒരു കാര്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് പ്രയാസം വന്നാലും ഒന്ന് ഈ നാഴിക, ഈ വളരെ ട്രബിൾഡായ കാര്യത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. മാത്രമല്ല, അതിലൂടെയും ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനായിരിക്കണം. അതിൽ കുറഞ്ഞ ഒരാഗ്രഹം നമുക്ക് വേണ്ട. നമുക്ക് അതുകൊണ്ട് ഇന്ന് ഈ കാണുന്ന രോഗശാന്തികളോ അതും ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ നാമം മഹത്വപ്പെടുത്തുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ അപേക്ഷിക്കുന്ന കാര്യം മുഖാന്തരം എൻ്റെ നാമമല്ല മഹത്വപ്പെടേണ്ടത്, അങ്ങയുടെ നാമം ഇതിലൂടെ മഹത്വപ്പെടണം. അതിൽ കുറഞ്ഞൊരു ആവശ്യം എനിക്കില്ല. ഇവിടെ അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. ദൈവനാമം മഹത്വപ്പെടണം. ദൈവനാമ മഹത്വത്തിന് കോട്ടം സംഭവിക്കുന്ന രീതിയിലോ ഒരു കാര്യത്തിനോ ആകരുത് നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് കോട്ടം വരുത്തുന്ന രീതിയിലോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ വേണ്ടിയല്ല ആകരുത് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ അപേക്ഷിക്കുന്ന കാര്യം പരിശോധിക്കണം. ഈ അപേക്ഷിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമോ? അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതിലൂടെ കർത്താവായ യേശുക്രിസ്തു അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊരിക്കലും ഒരു സ്വാർത്ഥപരമായ പ്രാർത്ഥന എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആർക്ക് വേണ്ടി? ആര് നിമിത്തം? ഇവിടെ പിന്നീട് പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ശബ്ദമൊക്കെ കേട്ടപ്പോൾ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്താനായിട്ട് ദൂതനെ അയച്ച് സ്വർഗത്തിൽ നിന്ന് ശബ്ദം അത് ഞാൻ പറയുന്നുണ്ട്. കേട്ടപ്പോൾ ഈ ശബ്ദം കേട്ടത് എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമാണ് ഈ ശബ്ദം കേട്ടത്. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്.
പിതാവിൻ്റെ നാമമഹത്വത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം ലഭിച്ച ഒരു പ്രാർത്ഥനകൾ എല്ലാത്തിനും ഉത്തരം ലഭിച്ചതാണ്. ഇത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. Then came there a voice from heaven saying, I have both glorified it and will glorify it again. ഭയങ്കരമാണ്. ഈ നാഴികയിൽ നിന്നും എന്നെ രക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. മാത്രമല്ല, പിതാവേ അങ്ങയുടെ നാം മഹത്വപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കിട്ടിയ ഉത്തരം എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇംഗ്ലീഷിൽ ബോത്ത് എന്നൊരു പ്രയോഗം ചില ട്രാൻസ്ലേഷനിലാണ് ഉള്ളത്, ചിലതിലില്ല. ഐ ഹാവ് ഗ്ലോറിഫൈഡ് ഇറ്റ് ആൻഡ് ഐ വിൽ ഗ്ലോറിഫൈ ഇറ്റ് അഗെയിൻ എന്നാണ് ചില ഭാഷാന്തരങ്ങളിൽ. ചിലതിൽ ഐ ഹാവ് ബോത്ത് ഗ്ലോറിഫൈഡ് ഇറ്റ്. എനിക്കത് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. ബോത്ത് ഗ്ലോറിഫൈഡ് എന്ന് പറഞ്ഞാൽ പിതാവ് മഹത്വപ്പെട്ടു, പുത്രന് മഹത്വപ്പെട്ടു എന്നുള്ളതായിരിക്കാം. എന്നിട്ട് അവിടെ ഒരു കാര്യം, ഇനിയും മഹത്വപ്പെടുത്തും. ഇപ്പോൾ നിന്റെ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ മഹത്വപ്പെട്ടു, നീയും മഹത്വപ്പെട്ടു. ഇനിയും ഞാൻ നിന്നെ വീണ്ടും മഹത്വപ്പെടുത്തുവാനായിട്ട് പോകുകയാണ്. എവിടെ? ക്രൂശിൽ. കാൽവരി ക്രൂശിലൂടെ കടന്നു പോകുമ്പോഴും നീ പ്രാർത്ഥിക്കും. ഗത്സമന തോട്ടത്തിൽ വെച്ചും നീ പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ മഹത്വപ്പെടുത്തും. അഗൈൻ, അതാണ് ഐ വിൽ ഗ്ലോറിഫൈ ഇറ്റ് അഗൈൻ. ഇതേ മഹത്വം നിനക്ക് വീണ്ടും വരും, നിന്നെ വീണ്ടും മഹത്വപ്പെടുത്തും. നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കും, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും. നീ ആ പൂർവ്വ മഹത്വത്തിലായിരുന്ന മഹത്വത്തിലേക്ക് നീ വരും. ഇതല്ലേ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ കടന്നുപോയി, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോയതെന്താണ്? തനിക്കാദിയിൽ ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്കാണ് പോയത്. അതാണ് ഇറ്റ് അഗെയിൻ, നിന്നെ വീണ്ടും ഞാൻ മഹത്വപ്പെടുത്തും. അപ്പോൾ കർത്താവ് തൻ്റെ പ്രാർത്ഥനയിലൂടെ നിവർത്തിക്കപ്പെട്ടത് അത് വീണ്ടും തുടരും എന്നുള്ള ഒരു ഉറപ്പും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പിതാവ് കർത്താവിൻ്റെ പ്രാർത്ഥന അംഗീകരിക്കുകയും, ഇതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. താൻ മാളികമുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ആ പെസഹ കഴിക്കാനായിട്ട് ഇരിക്കുന്നതിന് മുമ്പ്, ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതിന് വേണ്ടി, തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദ ആണെന്ന് പറയുന്നതിന് മുമ്പ്, പത്രോസ് തള്ളിപ്പറയും എന്ന് പറയുന്നതിന് മുമ്പ്, ഇങ്ങനെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർപ്പിക്കുന്ന അപ്പവും പാനപാത്രവും എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒക്കെ ഉള്ള ഒരു ശക്തീകരണമാണ് ഈ പ്രാർത്ഥനയിലൂടെ തനിക്ക് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥന അംഗീകരിച്ചു. മാത്രമല്ല, ഈ പ്രാർത്ഥനയിലൂടെ തൻ്റെ മരണത്തിന് പൂർണ്ണമായ അംഗീകാരം ദൈവം കൊടുക്കുകയാണ്. ഇനിയും ഞാൻ മഹത്വപ്പെടുത്തും, ഇനി എന്നുള്ള ഒരു അംഗീകാരം. അപ്പോൾ ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഇത് വായിച്ചാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇനിയും ചിന്തിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്ന യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ വ്യത്യസ്ത പ്രാർത്ഥനയാണ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇനി അടുത്ത ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:32 ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ പറയുന്നത്. പ്രാർത്ഥനയെന്നവിടെ ആ കാര്യം പറയുന്നില്ല. അതായത് ആ ഭാഗം ഒന്ന് എടുത്താൽ അതിൻ്റെ സന്ദർഭം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്ക് ചാപ്റ്റർ 22 22-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 32-ാമത്തെ വാക്യത്തിലാണ് ഈ അപേക്ഷ എന്നുള്ള തരത്തിൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് അതിനുള്ള സന്ദർഭം, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിങ്കിൽ നിന്ന് കുടിക്കുകയും സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. എന്നിട്ട് ശീമോനോട് പറയുന്ന, പത്രോസിനോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കേട്ട് നീ മനപ്പായസമൊന്നും കൂട്ടണ്ട, എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ ഉയർത്താനായിട്ടൊന്നും ശ്രമിക്കണ്ട. ശീമോനോട് പറയുകയാണ്, എന്താ? ശീമോനെ, സാത്താൻ നിന്നെ മാത്രമല്ല നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അടുത്ത് പറയുന്നത്, ഞാനോ നിൻ്റെ വിശ്വാസം പെയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇതൊരു പ്രാർത്ഥനയായിട്ട് നമുക്കെടുക്കാം. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരിക്കലും, ശിമോൻ അല്പം എപ്പോഴും തന്നെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ നമ്മുടെ ചെയ്തികളിലോ നമ്മുടെ കാര്യങ്ങളിലോ പുകഴുവാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ നിൽക്കുന്നതല്ല, ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ആ ഒരു മനോഭാവം
നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെന്ന് പറഞ്ഞാൽ നിന്നെ വിശ്വാസത്തിൽ നിന്നും പിടിച്ച് എന്നേക്കുമായി കൊണ്ടുപോകേണ്ടതിന്, മനസ്സിലാക്കണം, അത് വിശ്വാസത്തിൽ നിന്നും നിന്നെ എന്നേക്കുമായി മാറ്റേണ്ടതിന്, ഒന്നുകിൽ നിന്നെ കൊല്ലേണ്ടതിന്, അല്ലെങ്കിൽ നീ വിശ്വാസത്തിൽ നിന്നും എന്നേക്കുമായി പിന്മാറിപ്പോകേണ്ടതിന് സാത്താൻ നിന്നെ പാറ്റുവാനായിട്ടുള്ള അനുവാദം എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അനുവദിച്ചില്ല. കാരണം എന്താ? നീ വിശ്വസിച്ച് നിൽക്കേണ്ടവനാ. നിൻ്റെ വിശ്വാസം അങ്ങനെ ചെയ്താൽ നിൻ്റെ വിശ്വാസം നീ പൊയ്പോകും. അതെനിക്കറിയാം. കാരണം അത് തുടർന്ന് മാളിക മുറിയിൽ വെച്ച് പറയുന്നു, നീ പത്രോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി വച്ചു കളയും, ഇല്ലേ? നിനക്ക് വേണ്ടി ഞാൻ മരിപ്പാനും തയ്യാറാണ്. ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല. 3 പ്രാവശ്യമാണ് പത്രോസ് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി വച്ചു തരും. ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പ്രാണനെ പോലും തരാനായിട്ട് മടിക്കുകയില്ല. മാത്രമല്ല, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നീ വഴി കൂന്ന് മുമ്പ് ഇന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയാൻ പോവുക തന്നെ. എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞിട്ടും പത്രോസ് വിട്ടുപോയില്ല എന്ന് ചോദിച്ചാൽ അത് ഈ കർത്താവിൻ്റെ അപേക്ഷയാണ്. പത്രോസിനെ നിലനിർത്തണം. പത്രോസിനെ വിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. ആ പ്രോമിസ് ഒരിക്കലും മാറാനായിട്ട് പാടില്ല. അതിനുവേണ്ടി പത്രോസിനെ ശരിക്കും പിടിച്ചു നിർത്തിയത് കർത്താവിൻ്റെ ഈ അപേക്ഷയാണ്. എന്ന് പറഞ്ഞാൽ അവൻ തള്ളിപ്പറഞ്ഞിട്ടും വിട്ടുപോയില്ല. മീൻ പിടിക്കാൻ പോയിട്ടും അവൻ്റെ പിറകെ കർത്താവ് പോയി അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള കരുതൽ, നമ്മെക്കുറിച്ചുള്ള ആ ശരിക്കുമുള്ള ഒരു മനോഭാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. പത്രോസിൻ്റെ ഭാഗത്തും ഏറ്റുപറച്ചിലും പശ്ചാത്താപവും ഒക്കെ ഉണ്ടായി. തള്ളിപ്പറഞ്ഞപ്പോഴും ഉണ്ടായി, അതുപോലെ മീൻ പിടിക്കാൻ പോയപ്പോഴും ഉണ്ടായി, അല്ലേ? മീൻ പിടിക്കാൻ പോയപ്പോഴും ഒക്കെ ഉണ്ടായി ആ പശ്ചാത്താപമൊക്കെ. അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പക്ഷേ അതിലുപരി അതൊന്നുമല്ല കാരണം. എൻ്റെ പശ്ചാത്താപവും എൻ്റെ ഏറ്റുപറച്ചിലും ഒന്നുമല്ല കാരണം. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ടാണ്, എന്നെ നിർത്തിയത് കൊണ്ടാണ്, എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്മാറിപ്പോകാതെ നിൽക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമുക്കൊന്നും തനിയെ നിൽക്കാനുള്ള ഒരു ശേഷിയൊന്നും ഇല്ല. ഉണ്ടോ? ഒരിക്കലും ഇല്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമുക്ക് ആ മനോഭാവത്തോടുകൂടെ ആയിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇനി വീണ്ടും കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പത്രോസ് കർത്താവിൽ നിന്നും പൂർണ്ണമായും അകലാത്തതിനുള്ള കാരണം ഈ കർത്താവിൻ്റെ അപേക്ഷ. ഇന്നും നമുക്ക് വേണ്ടി ദൈവം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്ത പ്രാർത്ഥന നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഗത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന. അത് 3 സുവിശേഷങ്ങളിലാണ് വ്യക്തമായിട്ട് ആ ഗത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ന്റെ 39 മുതൽ 46 വരെയും വായിക്കുന്നില്ല. നിങ്ങൾ കുറിച്ച് എടുത്തു നോക്കിയാൽ മതി. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 39 to 46. മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട് 14-ാം അധ്യായം 32 മുതൽ 39 വരെ. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട് 26-ാം അധ്യായം 36 മുതൽ 44 വരെ. ഈ ഗത്സമനത്തോട്ടത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സമയമായിരുന്നു ഈ സമയം. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടാണ് പോയത് ഗത്സമനത്തോട്ടത്തിൽ. അവിടെ നിന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. 22-ന്റെ 40 അല്ലേ? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. മർക്കോസ് 14:33 പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വേറിട്ട് കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. എന്നിട്ട് വീണ്ടും ഒരു കല്ലേറ് ദൂരം പോയി കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട്. കല്ലേറ് ദൂരത്തോളം പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്നും നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഇവിടെ ശരിക്കും തൻ്റെ മാനസികമായ വേദന,
ശരിക്കും പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. മാനസികമായി വളരെ വേദനയുണ്ട്, വളരെ കഷ്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. താൻ എന്തൊക്കെ അനുഭവിക്കുമെന്നുള്ളതെല്ലാം തൻ്റെ ഒരു ഒരു ചിത്രം പോലെ ഇങ്ങനെ തൻ്റെ മുന്നിലുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് താൻ പറയുന്നത്. തൻ്റെ ആ മാനസിക വേദന അത് പിതാവിനോട് അറിയിക്കുകയാണ്. അറിയിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. ഈ സമയം ശിഷ്യന്മാർക്കൊന്നും അതിന് ശരിക്കും മനസ്സിലായിട്ടില്ല, അവർ ഉറങ്ങുകയാണ്. രണ്ടാമത് പ്രാണവേദനയിലായി. അവിടെ രണ്ടാമത് ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി പ്രാർത്ഥിപ്പാൻ. അവിടെ പറയുന്നത് രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പറയുന്നത് 22:44 പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താ ഇങ്ങനെ അതിശ്രദ്ധ, പ്രാണവേദനയിലായി അതിശ്രദ്ധയോടുകൂടെ. ഈ പ്രാർത്ഥനയിലാണ് തൻ്റെ വിയർപ്പ് രക്തം പോലെ നിലത്ത് വീണത്. ഈ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ, രണ്ടാമത്തെ ഈ പ്രാർത്ഥന. ഒന്നാമത് പ്രാർത്ഥിച്ചു, മടങ്ങി വന്നു, അപ്പോൾ രക്തമൊന്നും വേർത്തിട്ടില്ല. എന്നാൽ വീണ്ടും പോയി രണ്ടാമതും കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചപ്പോൾ അതിവേദനയോടെ, പ്രാണവേദന എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് തൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. ഇതും കഴിഞ്ഞിട്ട് വീണ്ടും ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നു. വീണ്ടും അവരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിന് പ്രാർത്ഥിക്കണം എന്ന് പറയുക. എന്നിട്ട് മൂന്നാമതും പോയി ഈ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. തന്നെ ഏൽപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്നതിന് മുമ്പ് വരെയും താൻ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തോട് അപേക്ഷിച്ചു. തനിക്ക് വരുവാൻ പോകുന്ന മഹാകഷ്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ യാതൊരു മാറ്റവും വരുത്തുവാനായിട്ട് പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ആഗ്രഹത്തോടു കൂടെ താൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രാർത്ഥന രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോൾ അതിവേദനയോടെ, അതിശ്രദ്ധയോടുകൂടെ, പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദൂതനെ അയക്കുന്നത്. ഈ രണ്ടാമത്തെ പ്രാർത്ഥനയിലാണ് ഒരു ദൂതനെ അയച്ചത്. ഇതിനു വേണ്ടിയാ ശക്തിപ്പെടുത്താനായിട്ടൊരു ദൂതനെ അയച്ചു എന്ന് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു വളരെ കരഞ്ഞ് പ്രാണവേദനയിലായി പ്രാർത്ഥിച്ചു. നമ്മൾ പലപ്പോഴും എന്തിനു വേണ്ടിയാ പ്രാണവേദനയിലാകുന്നത്? നമുക്ക് വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുവാൻ പ്രാണവേദനയിലാകാറുണ്ട്. എന്നാൽ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട്, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് നമ്മൾ പ്രാണവേദനയിലാകാറുണ്ടോ? നമ്മളൊരിക്കലും കർത്താവിനെ ചൊല്ലി കരയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? കർത്താവ് തന്നെ അതൊരിക്കൽ പറയുന്നുണ്ട്. തന്നെ പിടിച്ച് ക്രൂശിൻ ചുമന്നുകൊണ്ട് അവനിങ്ങനെ യെരുശലേമിൽ നിന്നും പോകുമ്പോൾ സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു? വിലപിച്ചുകൊണ്ട് കരഞ്ഞും കൊണ്ട് അവനെ അനുഗമിച്ചപ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:28 വാക്യത്തിൽ അവിടെ പറയുന്നത് എന്താണ്? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ, നമ്മൾ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആ യെരുശലേം പുത്രിമാർക്ക് കൊടുത്തത്. നമ്മൾ കർത്താവിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ട, കർത്താവിന് വേണ്ടി നമ്മൾ കരയണ്ട. നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരോടും പറഞ്ഞത്, ഞാൻ ഇതാ പ്രാണവേദനയെ നിങ്ങളൊന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പാനാണ് പറഞ്ഞത്. അല്ല, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടിയല്ല നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ ദൈവനാമം മഹത്വപ്പെടുന്നതിന്, നമ്മളിലൂടെ മഹത്വപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഒരിക്കലും നീങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി, ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കരയണം. ഇത് ഗത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. ഇനി ഒരു ഭാഗവും കൂടെ ഉണ്ട് ആ പ്രാർത്ഥനയിൽ. അതുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കാൽവറി ക്രൂശിലെ പ്രാർത്ഥനകളാണ്. 22 പ്രാർത്ഥനയുണ്ട്. അത് എണ്ണിയ ഇതെല്ലാം കിട്ടും നിങ്ങൾക്ക്. ഞാൻ എണ്ണമൊന്നും പറഞ്ഞു പോകുന്നില്ല. എല്ലാ സുവിശേഷങ്ങളുമായിട്ട് കർത്താവായ യേശു ക്രിസ്തു 22 പ്രാർത്ഥനാ സന്ദർഭങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ സന്ദർഭം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം, മനുഷ്യനായിട്ട് അവതരിപ്പിച്ച
ലൂക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ച് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യനായി അവതരിപ്പിച്ച് എഴുതിയ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം 11 പ്രാർത്ഥനാ സന്ദർഭങ്ങളോ പ്രാർത്ഥനകളോ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. 22-ൽ 11. ബാക്കി മറ്റു സുവിശേഷങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇനി കാൽവരി ക്രൂശിലെ പ്രാർത്ഥന. കാൽവരി ക്രൂശിലെ പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രാർത്ഥന ഏതാണ്? തിരുമൊഴികളൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. പ്രാർത്ഥന പ്രധാനമായിട്ടും കാൽവരി ക്രൂശിൽ എത്ര പ്രാർത്ഥനകളാണുള്ളത്? കാൽവരി ക്രൂശിൽ എത്ര പ്രാർത്ഥനയാണുള്ളത്? 3 പ്രാർത്ഥനകളാണ് കാൽവരി ക്രൂശിൽ വെച്ച് താൻ നടത്തിയിട്ടുള്ളത്, ഇല്ലേ? കാൽവരി ക്രൂശിൽ വെച്ച് 3 പ്രാർത്ഥനകളാണ്. അതിൽ ആദ്യത്തെ പ്രാർത്ഥന ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-34. അത് തന്നെയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അടുത്ത് പറയും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. താൻ ആ ഗിരിപ്രഭാഷണത്തിൽ വെച്ച് ഇത് ശിഷ്യന്മാരുടെ പറഞ്ഞു കൊടുത്തു. അത് തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അത് താൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. തന്നെ പിടിച്ച് കണ്ണുകെട്ടി തല്ലി എന്തൊക്കെ ചെയ്തു ഈ ക്രൂശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ മനുഷ്യർ അധർമ്മികൾ അവനോട് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ വേദനയിൽ കിടന്നുകൊണ്ട്, ആ കാരിരും പാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട്, തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കപ്പെട്ടിട്ടുണ്ട്. തൻ്റെ മുതുകൊക്കെ ചാട്ടമാർ കൊണ്ട് അടിച്ച് കീറി, ഉഴവുകാർ ഉഴുതു നീളത്തിൽ കീറി എന്ന് പറയുന്ന തരത്തിൽ തൻ്റെ അവസ്ഥ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്താ പ്രാർത്ഥിച്ചത്? ഇവരോട് ക്ഷമിക്കണമേ അല്ലേ? ഇവരോട് ക്ഷമിക്കണമേ. അറിയായ്ക കൊണ്ട്, ഇന്നതെന്ന് അറിയായ കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. അത് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ കാര്യം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇവർ ഉപദ്രവിക്കുന്നത് കർത്താവ് എന്തോ ഒരു വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് ഉപദ്രവിക്കുന്നല്ലേ. ഇത്രയും ക്രൂരമായിട്ട് അവർ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിലിരിക്കുന്നത് എന്തോ ഭയങ്കര അപരാധം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസ് ഏൽപ്പിച്ചത്. ആ ധാരണയില്ല അവർ ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ആ തരത്തിലായി അവരെ ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലൻ ഇത് വേറൊരു സന്ദർഭത്തിൽ മറ്റൊരു വ്യക്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ, അല്ലേ? അപ്പോസ്തലൻ പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ആരാ പ്രാർത്ഥിച്ചത് ഇങ്ങനെ? സ്തെഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലേ? സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. എൻ്റെ ആത്മാവിനെ എടുക്കണം എന്ന് പറഞ്ഞാൽ കൈക്കൊള്ളണം എന്ന് അപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞപ്പോഴാണ് ഈ സ്തെഫാനോസ് എന്ത് ചെയ്തത്? മുട്ടുകുത്തിയത്. അവിടെ മുട്ടുകുത്തിയിട്ട് പറയുന്നത്, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. മനുഷ്യർക്കും പറ്റും, ദൈവത്തിന് മാത്രമല്ല. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നമ്മെ ഹറാസ് ചെയ്യുന്നവർക്ക് വേണ്ടി, നമ്മെ അപമാനിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഉപദ്രവിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കാറുണ്ടല്ലേ? അവ അറിയാതെ ചെയ്താൽ നമുക്ക് ക്ഷമിക്കാറുണ്ട്. പക്ഷെ ക്ഷമിക്കാൻ മാത്രം പോരാ. അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കായിട്ട് പ്രാർത്ഥിക്കണം. ഈ ശകാരിക്കുന്നവരെ ആശീർവദിക്കണമെന്നാണ്. ആ ഒരു സ്വഭാവം നമുക്കുണ്ടാകണമെന്നാണ്. ശകാരിക്കുന്നവരെ ആശീർവദിക്കണം. 1 കൊരിന്ത്യർ 4:12 അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇതാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ട ആഗ്രഹം. ഇത് കർത്താവ് തൻ്റെ ആ കാൽവരി ക്രൂശിൽ കടന്നുപോയ വേദനയിൽ നിന്നും താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അവരോട് ക്ഷമിച്ചു എങ്കിൽ നാം എത്രത്തോളം ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. ഇതാണ് കർത്താവ് പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ പ്രാർത്ഥന
പ്രാർത്ഥനയും തന്നോടൊപ്പം ക്രൂശ്, അതുപോലെ ഈ പ്രാർത്ഥന കൊണ്ട് എന്താ നേടി? ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കൊണ്ട് കർത്താവ് എന്താ നേടിയേ? ഈ പ്രാർത്ഥന ആയിരിക്കാൻ, ഞാനിങ്ങനെ ചിന്തിക്കുന്നതാണ്, ഈ പ്രാർത്ഥന ആയിരിക്കാം തന്നോട് ക്രൂശിച്ചിരുന്ന കള്ളന്മാരിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടത് അല്ലേ? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, നാമോ ന്യായമായത് നാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. അവൻ്റെ മാനസാന്തരത്തിന്, ആ ക്രൂശിൽ കിടന്ന് അവൻ്റെ ജീവൻ പോകാൻ പോകുകയാ. ആ സമയത്ത് അവൻ്റെ മാനസാന്തരത്തിന് ഇടയാക്കിയത് ഒരുപക്ഷെ കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയായിരിക്കാം. അതുപോലെ എത്ര പേർ ക്രൂശിക്കപ്പെട്ട സമയത്ത് ശതാധിപൻ ഇതെല്ലാം കണ്ടിട്ട് അവിടെ പാറ വളർന്നു അതൊന്നും കണ്ടിട്ട് മാത്രമല്ല, അവൻ്റെ ഈ ക്രൂശിൽ അവ സംഭവിച്ചതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ശതാധിപൻ. കണ്ടിട്ട് ഇവൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? നീതിമാൻ തന്നെയായിരുന്നു. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് വരെ തൻ്റെ സഹോദരന്മാരാരും കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല. വിശ്വസിച്ചിരുന്നോ? ഇല്ല. ഈ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് കർത്താവിൻ്റെ സഹോദരന്മാർ വിശ്വസിച്ച് മുന്നോട്ട് വന്നത്. അതിലെത്ര പേർ? മാളികമുറിയിൽ അവസാനം കൂടിയിരുന്ന 120 പേരെന്നാണ് വായിക്കുന്നത്. 120 പേർ. അതിൽ പലരും ഈ ക്രൂശിക്കപ്പെട്ട സമയത്തൊക്കെ ആയിരിക്കാം. പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. അവർ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ എന്നാണ് പത്രോസ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ കൂട്ടുനിന്ന, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് നിന്ന ഒരു നല്ലൊരു വിഭാഗം അവിടെ കൂടി വന്നിരിക്കുന്നു ആ പെരുന്നാളിന്. അതുകൊണ്ടാണ് അവരെ നോക്കി പറഞ്ഞത്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു ക്രിസ്തുവിനെ അവൻ വലിയവനാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ച് ഏറ്റവും ഉന്നതനാക്കി നിർത്തിയിരിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന എന്നുള്ള അതാണ് അവിടെ ഹൃദയത്തിൽ കുത്തിയത്, അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന കൊണ്ട് നേടിയതെന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം പേരെ മാനസാന്തരത്തിനും രക്ഷയിലേക്കും നടത്തി എന്നുള്ളതാണ്. നമ്മളെയും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അപേക്ഷ, ക്ഷമിച്ചുകൊണ്ടുള്ള അവർക്ക് വേണ്ട നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവരെ രക്ഷയിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിക്കും. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ഈ ഒരു ശീമോനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പം ക്രൂശ് ചുമക്കാനായിട്ട് നിർബന്ധിച്ച കുറേനക്കാരനായി. ഞാനിവിടെ അന്ത്യോക്യയിലെ സഭയെടുത്തപ്പോൾ ആ വ്യക്തിയെ പരാമർശിച്ചു. അവൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയാമോ? നീഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പം കുറേനക്കാരനായ ശീമോൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ കുറേനക്കാരൻ ഓടിയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എല്ലാം അവൻ കണ്ടു. അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന് ഈ അന്ത്യോക്യ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, കർത്താവായ യേശു ക്രിസ്തു ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന മുഖാന്തരം ധാരാളം പേർ മാനസാന്തരത്തിലേക്ക് വരുവാൻ, അവനെ രക്ഷകനായിട്ട് അംഗീകരിക്കുവാൻ ഈ പ്രാർത്ഥന കാരണമായി തീർന്നുവെങ്കിൽ, നാമും ഇത്തരത്തിൽ നമ്മെ അപമാനിക്കുന്നവർക്കും നമ്മെ ഉപദ്രവിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അവരുടെ മാത്രമല്ല മറ്റു പലരുടെയും മാനസാന്തരത്തിന് ഇടയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അടുത്ത പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന, ക്രൂശിൽ കടന്നുള്ള രണ്ടാമത്തെ പ്രാർത്ഥന. അത് ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം 15:34, 27:46 മർക്കോസ് 15:34, മത്തായി 27:46. അവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഏലി ഏലി ലമ്മ ശബക്താനി എന്നാണ് അല്ലേ? എൻ്റെ അർത്ഥം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. തൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ഒരുപാട് പറഞ്ഞു. ഈ പ്രാർത്ഥനകളിലെല്ലാം താൻ പ്രാർത്ഥിക്കുന്നത് പിതാവേ എന്നാണ്. ഇവിടെ മാത്രമാണ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഇവിടെ ഈ തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിസംബോധനയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മറ്റു 21 പ്രാർത്ഥന ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 20-ഓളം. അപ്പോൾ അതിൽ ഈ 21ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ അഭിസംബോധനയാണ് ഇവിടെ കാണുന്നത്. ഈ പ്രാർത്ഥനയുടെ അഭിസംബോധനയെക്കുറിച്ച് നമുക്ക് ഈ 17-ാം അധ്യായം പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാനായിട്ട് കഴിയും.
ഇവിടെ ഒരു വ്യത്യസ്തമായ അഭിസംബോധനയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഇതെന്തിൽ നിന്നുള്ള നിലവിളിയാ? ഇതെന്തിൽ നിന്നുള്ള നിലവിളിയാ? ദേഷ്യം കൊണ്ടാണോ? കോപം കൊണ്ടാണോ? ദൈവത്തിനോടുള്ള വിരോധം കൊണ്ടാണോ? ആണോ? നോ, ശരിക്കും സ്നേഹത്തിൽ നിന്നുള്ള നിലവിളിയാ. ഈ നിലവിളി കോപത്തിൽ നിന്നല്ല, ദൈവത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തെ ഇങ്ങനെ ദുഷിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ, ഓ ദൈവമേ, എന്താ എന്നോടിങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ. അതും ഒരു തരത്തിൽ അമർഷമാണ്, ദൈവത്തോടുള്ള അമർഷമാണ്. എന്നാൽ ഇവിടെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ്. നീയും എന്നെ കൈവിട്ടോ. ഇത് ശരിക്കും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള നിലവിളിയാണ്, കോപത്തിൽ നിന്നല്ല. അതേസമയം തന്നെ തൻ്റെ ഉള്ളിലെ വേദനയുടെ പ്രതികരണവുമാണ്. മനസ്സിലാക്കണം, ഈ പ്രാർത്ഥന കോപത്തിൽ നിന്നല്ല, അമർഷത്തിൽ നിന്നല്ല. ചിലരും അങ്ങനെയൊക്കെ വിചാരിച്ച് പറയാറുണ്ട്. അങ്ങനെ അല്ല, ഇത് ശരിക്കും സ്നേഹത്തിൽ നിന്നുള്ള നിലവിളിയാണ്. മാത്രമല്ല, ഇത് വേദനയുടെ ഒരു പ്രതികരണമാണ്. അന്ധകാരത്തിൻ്റെ മധ്യേയുള്ള നിലവിളി. താൻ ഇത് നിലവിളിക്കുമ്പോൾ അറിയാം, ദൈവത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകില്ല. കിട്ടിയോ? എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഇല്ല. അവിടെ ശക്തിപ്പെടുത്താനൊന്നും ആരും വന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ഈ പ്രാർത്ഥന, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്. നമ്മുടെ കഷ്ടതകളിലും നമുക്ക് നിലവിളിക്കാൻ കഴിയും ദൈവത്തോട്. പക്ഷേ അത് കോപത്തിൽ നിന്നാകരുത്, ദൈവത്തോടുള്ള അമർഷത്തിൽ നിന്നാകരുത്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം നമ്മുടെ കഷ്ടതകളിലും നാം ദൈവത്തോട് നിലവിളിക്കാൻ. ചിലപ്പോൾ ഉത്തരം ലഭിച്ചുവെന്ന് വരികയില്ല. എന്നാലും ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുവാനോ നിരാശരാകുവാനോ നാം ഒരിക്കലും പാടില്ല. ഈ നിലവിളിയോടെയാണ് കർത്താവ് തൻ്റെ നിയോഗം പൂർത്തിയാക്കിയത്. ഇതിനുശേഷം പിന്നെ ഒരു ശിക്ഷയും വേണ്ടി വന്നില്ല. അവസാനത്തെ ശിക്ഷ ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ക്രോധാഗ്നി തൻ്റെ മേൽ ചൊരിഞ്ഞു അന്ധകാരത്തിൻ്റെ മധ്യേ. പണ്ട് കാലങ്ങളിലേക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുമ്പോൾ ആ തിയേറ്ററിൻ്റെ, ചെറിയ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്, തിയേറ്ററിൻ്റെ കവാടം വരെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് കൂടെ പോകാം, അല്ലേ? ഡോക്ടറല്ലേ ജവഹർ. അത് കഴിഞ്ഞാൽ കയറ്റുമോ? കയറ്റാതിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഇൻഫെക്ഷൻ, മറ്റു നമ്മുടെ ഉള്ള ഇതൊക്കെ വരാതിരിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം ചെറിയാസാർ പറഞ്ഞ എങ്ങനെയാണ്, അവനെ ഇങ്ങനെ കീറി മുറിക്കുന്നത്. ഇന്നത്തെ പോലെ ഈ കീ ഹോളൊന്നും ഇല്ലല്ലോ പണ്ട്. കീറി മുറിക്കുന്ന കാഴ്ച നിനക്ക് കാണുവാനും സഹിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ അന്ധകാരം കാണിക്കുന്നത്. ദൈവം തൻ്റെ മേൽ, പുത്രൻ്റെ മേൽ ചൊരിഞ്ഞ ക്രോധാഗ്നി എന്ന് പറയുന്നത് അത് ആർക്കും കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഭൂമി ഉരുണ്ടു, അന്ധകാരം മൂടി. ആർക്കും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുവാനായിട്ട് കഴിയാതെ വന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഇങ്ങനെ ശരിക്കും കർത്താവിന് ഇങ്ങനെ നിലവിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നിലവിളി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ വിടുതലിന് വേണ്ടിയുള്ള നിലവിളിയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന മാധ്യമങ്ങളിലൂടെ ഇനി കേൾക്കാൻ പോകുന്നവരോട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ നിലവിളിയും വിളിച്ചു, എല്ലാ ശിക്ഷാവിധിയും ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ നീ നരകത്തിൽ കിടന്ന് എന്നെ കൈവിട്ടതെന്ത് എന്ന് അപ്പോഴും വിളിക്കാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ഈ നിനക്ക് വേണ്ടി നിലവിളിച്ച, നമുക്ക് വേണ്ടി നിലവിളിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, ജീവരക്ഷ പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് പിന്നീട് നരകത്തിയിൽ കിടന്ന് എന്നെ കൈവിട്ടതെന്തേ എന്ന് വിളിക്കേണ്ടി വരില്ല. ഇതാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. അടുത്ത അവസാനത്തെ പ്രാർത്ഥനയോടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ. അല്പസമയം മുന്നോട്ട് പോയി. 23 ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:46 കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന, ഈ ഭൂമിയിൽ വെച്ചുള്ള ലാസ്റ്റ് പ്രെയർ. അത് ക്രൂശിൽ കിടന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. 23:46 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇതാണ് അവസാനത്തെ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ബാക്കിയില്ല. സകല ശിക്ഷാവിധിയും ന്യായവിധിയും സ്വയം ഏറ്റെടുത്ത് സകല വേദനകളും സഹിച്ചു തീർന്നു.
പിതാവിനും ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, മനുഷ്യർക്ക് ചെയ്യാനുള്ളതെല്ലാം അതിന് അങ്ങറ്റം ചെയ്തു. ഇതെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം ഇനി ഒന്നും ശേഷിക്കുന്നില്ല. ഇനി നിവൃത്തിയായി എന്ന് പറയുന്നുണ്ട് അല്ലേ? ഒന്നും ശേഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമുള്ള ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഇത് ശരിക്കും ഒരു ജയാളിയുടെ പ്രാർത്ഥനയാണ്, തോൽവിയുടെ പ്രാർത്ഥനയല്ല. എല്ലാം ഇതാ നിവർത്തിച്ചു. സാത്താനെ തകർക്കേണ്ട തരത്തിൽ തകർത്തു. സാത്താന്റെ പദ്ധതികളെല്ലാം തുലച്ചു, അതെല്ലാം ഇല്ലാതാക്കി, സാത്താന്റെ തലയെ തകർത്തു. ഇതെല്ലാം നിവർത്തിച്ച് വിജയം വരിച്ച ഒരു ജയാളിയുടെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഏത് പ്രാർത്ഥന? പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഇത് തോൽവിയല്ല, ഇത് വിജയമാണ്. പാപത്തിന്മേലുള്ള വിജയമാണ്, സാത്താന്റെ മേലുള്ള വിജയമാണ്. എല്ലാത്തിൻ്റെയും വിജയത്തിൽ വിജയശ്രീലാളിതനായ ഒരു വ്യക്തിയുടെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് ഈ അവസാനത്തെ പ്രാർത്ഥന. പൗലോസും പറഞ്ഞില്ലേ, 2 തിമോഥെയോസ് 4 അധ്യായം 8-9 വാക്യങ്ങളാണ്. എന്താ പറഞ്ഞത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ, ഏവർക്കും കൂടെ. പൗലോസ് പ്രാർത്ഥിച്ചു. തൻ്റെ അവസാനം നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പൗലോസും പ്രാർത്ഥിച്ചു. തന്നെ ഇതാ ക്രൂശിക്കപ്പെടുവാനായിട്ട്. പൗലോസിനെ എങ്ങനെ കൊല്ലുന്നത്? ശിരച്ഛേദമാണോ? അല്ല, ശിരച്ഛേദം ചെയ്യുവാനായിട്ട് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് താൻ പ്രാർത്ഥിച്ചു. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇതുപോലെയുള്ള ഒരു സമർപ്പണ പ്രാർത്ഥന തന്നെയാണ് ഇവിടെയും. എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ദാവീദ് പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ദാവീദ് എൻ്റെ സങ്കീർത്തനങ്ങളിൽ കാണും. 31-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥന ഇത്തരത്തിലാകണം. നമുക്ക് സംതൃപ്തിയോടെ കർത്താവ് തന്ന വേല തികച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോകാനായിട്ട് കഴിയണം. നമ്മുടെ നാളുകൾ തികഞ്ഞിരിക്കുന്നു, എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ, കർത്താവ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ശകാരമല്ല ഉണ്ടായത്. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാമത്തെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പ്രാർത്ഥനകൾ, ഭൂമിയിലെ പ്രാർത്ഥനകൾ ഇപ്രകാരമൊക്കെ ആയിരുന്നു. നമ്മൾ എത്രയോ കുറവുള്ളവരാണ്. കർത്താവ് അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നത്തിൻ്റെ മേലും അതിൽ പിടിച്ചു നിൽക്കുവാൻ, അതിൽ കെൽപ്പ് ലഭിക്കുവാൻ ഒക്കെ താൻ വളരെ നിരന്തരമായി പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടി, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദൈവം, ക്രൂശിന്മേൽ ശത്രുക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മളെയും കൂടെ ഓർത്ത പ്രാർത്ഥിച്ചത്, ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തോട് പറയുകയാണ്, അങ്ങനെ കൈവിട്ടത് എന്താ? എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. എത്ര നല്ല അവസാനമാണ്, എത്ര നല്ല ഒരു അവസാനമാണ് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. പ്രാർത്ഥന നിരതമായ ജീവിതം. രാത്രി മുഴുവനും പ്രാർത്ഥിച്ച 2 മുഴുനീള പ്രാർത്ഥനകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പോയി പ്രാർത്ഥിച്ചു, നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു, മലയിൽ പോയി പ്രാർത്ഥിച്ചു, എവിടെയൊക്കെ ശിഷ്യന്മാർ കൂടെയുള്ളപ്പോൾ പ്രാർത്ഥിച്ചു, തിക്കിലും തിരക്കിലും പെട്ടപ്പോഴും വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണെങ്കിൽ നാം എത്രത്തോളം പ്രാർത്ഥനാ നിരതരായിരിക്കണം? നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യാം. നമ്മിലുള്ള കുറവുകളെ നികത്തുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.